നമസ്കാരം, ധനു സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്ന കേരള PSC പരീക്ഷകൾക്ക് LDC, LGS, VF, അതുപോലെ വുമൻസ് പോലീസ് കോൺസ്റ്റബിൾ തസ്തിക തുടങ്ങിയ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആവർത്തന ചോദ്യങ്ങൾ ആകാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അടങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അതിൻ്റെ കോഡ് 147/2024 അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, എപ്പോഴും ആവർത്തിക്കാറുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, എപ്പോഴും ആവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവർത്തന ചോദ്യങ്ങൾ അല്ലെങ്കിൽ മുൻകാല ചോദ്യങ്ങൾ പഠിച്ച് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം ഇവിടെ, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1917. ചമ്പാരൻ 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1917. നെക്സ്റ്റ് വൺ, ഗ്രാമീണ ചെണ്ടക്കാരൻ വില്ലേജ് ഡ്രമ്മർ ആരുടെ ചിത്രമാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ അല്ലെങ്കിൽ വില്ലേജ് ഡ്രമ്മർ ആരുടെ ചിത്രമാണ്? ഉത്തരം നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ്. ഗ്രാമീണ ചെണ്ടക്കാരൻ അല്ലെങ്കിൽ വില്ലേജ് ഡ്രമ്മർ ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ്. നെക്സ്റ്റ് വൺ, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഉത്തരം റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എപ്പോഴും പതിവായി ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണിത്. റൗലറ്റ് ആക്ട്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് ആക്ട്. അടുത്തത്, ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതാണ്? ഉത്തരം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ സമ്പ്രദായം ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഓക്കെ, ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇത് കേരള PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഉത്തരം നിസ്സഹകരണ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ സമരമാണ്. 1920. നെക്സ്റ്റ് ചോദ്യം, ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഏതാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഏതാണ്? ഉത്തരം ഇന്റർനാഷണൽ ആർമി. ഇന്റർനാഷണൽ ആർമി. ഇന്റർനാഷണൽ ആർമിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന. ഇന്ത്യൻ നാഷണൽ ആർമി, ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യൻ നാഷണൽ ആർമി, ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. നെക്സ്റ്റ് ചോദ്യം, കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: കുഞ്ഞാലി മരക്കാർ, പാലിയത്തച്ഛൻ, സാമൂതിരി, മാർത്താണ്ഡവർമ്മ. ഉത്തരം മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മ. നെക്സ്റ്റ് ചോദ്യം, കുളച്ചൽ യുദ്ധം വർഷം 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10. മാർത്താണ്ഡവർമ്മ അല്ലേ, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? ഓപ്ഷൻസ്: കൊച്ചി, തിരുവിതാംകൂർ, മലബാർ, കൊല്ലം. ഉത്തരം മലബാർ. ഉത്തരം മലബാർ.
ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ് നേതൃത്വം കൊടുത്ത സ്ഥലം ഏതാണ്? മലബാർ മേഖല. മലബാർ മേഖല. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ട് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം എവിടെയായിരുന്നു? മലബാർ മേഖല. മലബാറാണ്. നെക്സ്റ്റ് വൺ, വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമത്വ സമാജം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. സമത്വ സമാജം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. നെക്സ്റ്റ് ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച സവർണജാഥ സംഘടിപ്പിച്ച നേതാവാരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച സവർണജാഥ സംഘടിപ്പിച്ച നേതാവാരാണ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ. സവർണജാഥ സംഘടിപ്പിച്ച നേതാവാരാണ്? മന്നത്ത് പത്മനാഭൻ. സവർണജാഥ മന്നത്ത് പത്മനാഭൻ. നെക്സ്റ്റ് ചോദ്യം, ഏത് സന്ധിപ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഏത് സന്ധിപ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഉത്തരം ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. മലബാർ ആയിരുന്നു പഴശ്ശിരാജയും സെലക്ട് ചെയ്ത സ്ഥലം. ഓക്കെ, ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കേണ്ട. ടിപ്പു സുൽത്താൻ്റെ കാര്യം വരുന്നുണ്ട്, ഓർത്താൽ മതി. ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമാകുന്നത്. ഓക്കെ, പഴശ്ശിരാജ മലബാറിലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ ടിപ്പുവിൻ്റെ കാലം വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരിക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര്? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? പാർലമെൻറ്റ്. പാർലമെൻറ്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എത്രയാണ്? രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷം. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷം. 6 വർഷമാണ് രാജ്യസഭാംഗങ്ങളുടെ കാലാവധി. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ എന്നുള്ള വാക്കും കൂടി ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കറാണ്. ഡോക്ടർ BR അംബേദ്കർ. നെക്സ്റ്റ് വൺ, 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം? 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം എവിടെയാണ്? പാരീസ്. 2024 ഒളിമ്പിക്സ് പാരീസ്. 2024 ഒളിമ്പിക്സ് പാരീസ്. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി? ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരായിരുന്നു? ആദ്യത്തെ മലയാളി സോജൻ ജോസഫ്. സോജൻ ജോസഫ്. സോജൻ ജോസഫ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് സോജൻ ജോസഫ്. ഓക്കെ, സോജൻ ജോസഫ്. നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്കുശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ ചേർക്കുന്നു. ശരിയായ ജോഡികൾ ഏതെല്ലാം? പട്ടിക ഇതാണ്. ദുർഗാപൂർ ബ്രിട്ടൻ, ബൊക്കാറോ അമേരിക്ക, റൂർക്കല ജപ്പാൻ, ഭിലായ് സോവിയറ്റ് യൂണിയൻ. ഇല്ല, അതായത് പഞ്ചവത്സര പദ്ധതിയിൽ 2ാം പദ്ധതി പ്രകാരമുള്ള ആ സമയത്തുണ്ടാക്കിയ പദ്ധതികളാണില്ലേ ഇതൊക്കെ. അപ്പോൾ നോക്കാം ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ. ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ശരിയായ ജോഡികൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ് ശരിയായ ജോഡികൾ. ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദുർഗാപൂർ ബ്രിട്ടൻ 1. നെക്സ്റ്റ് ഭിലായ് സോവിയറ്റ് യൂണിയൻ. ഭിലായ് സോവിയറ്റ് യൂണിയൻ 2 പ്രസ്താവനകളാണ് മാത്രമാണ് ശരി. ഒന്നാമത്തെ ദുർഗാപൂർ ബ്രിട്ടൻ. ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി അല്ലേ. ഭിലായ് സോവിയറ്റ് യൂണിയൻ. ഇവിടെ നമുക്ക് റൂർക്കല പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കാൻ പറ്റിയ പേരേതാണ്? ജർമ്മനിയാണ് അല്ലേ. ജർമ്മനിയാണ്. ജർമ്മനി. റൂർക്കല ജർമ്മനിയാണ് ഉത്തരം വരിക. റൂർക്കല ജർമ്മനിയാണ് വരിക. അപ്പോൾ ദുർഗാപൂർ ബ്രിട്ടൻ, റൂർക്കല ജർമ്മനി, ഭിലായ് സോവിയറ്റ് യൂണിയൻ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏവ? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം ഇവിടെ എല്ലാം ശരിയാണ്.
അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, മെച്ചപ്പെട്ട ജലസേചന സൗകര്യം, കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം. ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നുണ്ട്. ഈ പ്രസ്താവനകൾ തന്നെയാണ് ചോദിക്കുക എപ്പോഴും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് റിപ്പീറ്റ് വന്നാലും എപ്പോഴും പഠിച്ചു വെക്കുക. അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഹരിത വിപ്ലവം വഴി, മെച്ചപ്പെട്ട ജലസേചന സൗകര്യം ഹരിത വിപ്ലവം വഴി കൊടുക്കുന്നുണ്ട്, കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായവും കൊടുക്കുന്നുണ്ട്. എങ്കിലേ കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായവും ഹരിത വിപ്ലവം വഴി ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അഗ്രികൾച്ചറിനും അല്ല കൃഷിക്കുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒന്ന്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ അല്ലേ, വിത്ത് കൊടുത്തിട്ട് അത് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുക്കും. നല്ല ശേഷിയുള്ള വിത്തിനങ്ങളാണ് കൊടുക്കുക. ഇല്ല, അതുപോലെ ജലസേചന സൗകര്യം, വെള്ളം വേണം. വെള്ളം ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വെള്ളം അവർ അല്ലെങ്കിൽ എന്താണ് വളരെ സൗകര്യങ്ങളോട് കൂടിയ പമ്പുകളും മോട്ടറും ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോട്ടറുകളൊക്കെ ഉപയോഗിച്ചിട്ട് പമ്പ് ചെയ്ത് അല്ലെങ്കിൽ നദികളിൽ നിന്നൊക്കെ ജലസേചനം ഉണ്ടാക്കിയെടുത്ത് തോടുകളൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കും. അതൊക്കെ ചെയ്താണ് എന്ത് ചെയ്യാം, ഹരിത വിപ്ലവം ഉണ്ടാക്കുക. അപ്പോൾ അതാണ് ആ മെച്ചപ്പെട്ട ജലസേചന സൗകര്യം എന്ന് പറയുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം കൊടുക്കുന്നതിന് വേണ്ടിയാണ്, നമുക്കെന്തിനാണ്, പെട്ടെന്ന് വിളവെടുക്കാൻ വേണ്ടി, നല്ല വിളവ് കിട്ടാൻ വേണ്ടിയാണ് അല്ലേ. അപ്പോൾ വെള്ളവും അതുപോലെ അത്യാവശ്യം, വെള്ളം ഉണ്ടെങ്കിൽ വളരെ അടുത്തുള്ള കൃഷി. അപ്പോൾ അത് കൊടുത്തു. പിന്നെ എന്ത് വേണം, അതിൻ്റെ കൂടെ വളം വാങ്ങിക്കണം അല്ലേ, വളം ഉണ്ടെങ്കിൽ വളവും ചേർക്കണം. അപ്പോൾ അതിനൊക്കെ പൈസ വേണം, നിലം ഒരുക്കാൻ പൈസ വേണം. അപ്പോൾ ഇതിനൊക്കെ എന്ത് വേണം, കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാം ശരിയാണ്. ഉത്തരം നമ്മുടെ ഓപ്ഷൻ ഡി ശരിയാണ്. ഒന്നുകൂടി വായിക്കാതെ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉണ്ടായിരുന്നു, മെച്ചപ്പെട്ട ജലസേചന സൗകര്യമുണ്ടായിരുന്നു, കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായവും ചെയ്തു കൊടുത്തിരുന്നു. ഇതെല്ലാം എന്തിനാണ്, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങളാണ്. ഓക്കെ, ഘടകങ്ങൾ ആണ്. സമ്പത്ത് വേണമായിരുന്നു, നല്ല ജലസേചനവും വേണം, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഹരിത വിപ്ലവം മുന്നോട്ട് പോയുള്ളൂ എന്ന് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് ചോദ്യം, ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഭക്ഷണവും അതുപോലെ സമ്പത്തും ഒരുപോലെ സ്വയം പര്യാപ്തത നേടിയ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? ഉത്തരം മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. നെക്സ്റ്റ് ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി ആരാണ്? സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻസ്: വി പി മേനോൻ, ജോൺ മത്തായി, വി കെ കൃഷ്ണ മേനോൻ, കെ എം പണിക്കർ. ഉത്തരം കെ എം പണിക്കർ ആയിരുന്നു. ഉത്തരം കെ എം പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി ആരാണ്? കെ എം പണിക്കർ. അപ്പോൾ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം തുമ്പ ചെടിയല്ല, തുമ്പ എന്ന സ്ഥലം. ഓക്കെ, തുമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? തുമ്പയാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? തുമ്പ. അടുത്ത ചോദ്യം, 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ബ്രസീലായിരുന്നു. ബ്രസീലായിരുന്നു. നെക്സ്റ്റ്, 2024 പാരീസ് ഒളിമ്പിക്സിൽ, ഇതൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 2023 ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വീണ്ടും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ചോദിക്കാൻ ചാൻസ്, അതുകൊണ്ട് 24 വിട്ടുകളയേണ്ട കാര്യമില്ല. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്ര എണ്ണമാണ്? ഇന്ത്യ നേടിയത് 6 മെഡലുകൾ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകൾ എത്ര എണ്ണമാണ്? 6 മെഡലുകൾ. 4×2 മെഡലുകൾ. 2024 4×2 മെഡലുകളാണ് ഇന്ത്യ നേടിയിട്ടുള്ളത്. നെക്സ്റ്റ് ചോദ്യം ജോഗ്രഫിക്കൽ പാർട്ടാണ്. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു. അതിൽ ചേരാത്തത് കണ്ടെത്തുക. സിന്ധു, ചിനാബ്, ഗംഗ, കോസി, ബ്രഹ്മപുത്ര, ഘാഘര, യമുന, ടോൺസ്. ഉത്തര ഓപ്ഷൻ സി ആണ്, ബ്രഹ്മപുത്ര, ഘാഘര അല്ലേ.
ബ്രഹ്മപുത്ര ഘാഘര. ബ്രഹ്മപുത്രയുടെ ഒരു പോഷക നദി ഏതാണ്? സുബിൻസിരി ഒക്കെ വരും അല്ല, സുബിൻസിരി വരാറുണ്ട്. അപ്പോൾ ഇത് നോക്കുക, ഇതങ്ങ് പഠിക്കുക, പോഷക നദി ചോദിക്കാം. സിന്ധു ചിനാബ്. ചിനാബ് ഇപ്പോൾ കറണ്ട് ട്രെൻഡിങ്ങിൽ ഉള്ള ഒരു സംഭവം കൂടി, ചിനാബ് അല്ലേ, പാലമുള്ളത് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതങ്ങ് പഠിച്ചു വെക്കുക. സിന്ധു ചിനാബ്. സിന്ധുവിൻ്റെ പോഷക നദിയാണ് ആര്? ചിനാബ് എന്നുള്ളത്. ഗംഗ കോസി അല്ല, ഗംഗയുടേത് കോസിയാണ്. യമുന ടോൺസ്. അപ്പോൾ ഹിമാലയൻ നദികൾ അവയുടെ പോഷകങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ ചേരാത്തത് ഏത് മാത്രമേ ബ്രഹ്മപുത്രയും ഘാഘരയുമാണ് നമ്മുടെ ഉത്തരം അല്ലേ. അപ്പോൾ സിന്ധുവിൻ്റെ പോഷക നദിയാണ് ചിനാബ് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഗംഗയുടേത് കോസിയാണ്. യമുന ടോൺസ് ആണ്. സിന്ധു ചിനാബ് ഒന്ന് പ്രത്യേകമായി പഠിച്ചു വെക്കുക. സിന്ധു ചിനാബ് മറക്കണ്ട. സിന്ധു ചിനാബ്, ഗംഗ, കോസി, യമുന ടോൺസ്. ഇത് വീണ്ടും എന്തായാലും ചോദിക്കാൻ നമുക്ക് ചാൻസ് ഉണ്ട്. ഈ ചോദ്യം ഇങ്ങനെ എടുത്ത് ആരും ചോദിക്കില്ല അല്ലേ. അപ്പോൾ സിന്ധുവിൻ്റെ പോഷക നദികളിൽ പെടുന്ന ഒന്നാണ് ഏത്? ബാബുക്ക് കൊടുത്തിട്ട് ചിനാബും കൂടി കൊടുക്കാം. സോ ആൻസർ അവിടെ ചിനാബാണ് അല്ലേ. ഗംഗയുടെ പോഷക നദി പെടുന്നതാണ് ആര്? കോസി പഠിക്കാം. യമുനയുടെ എന്താണ്? ടോൺസും വരാം. അപ്പോൾ അതങ്ങ് സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരിക്കലും ഈ ചോദ്യം ഇതേപോലെ റിപ്പീറ്റ് ഒരിക്കലും ചെയ്യില്ല. ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, ഏത്? സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ് അല്ലേ. അപ്പോൾ ചിനാബ് ഉത്തരം അവിടെ ഉണ്ട്, നമുക്ക് ചിനാബ് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സിന്ധു, ചിനാബ്, ഗംഗ, കോസി, യമുന ടോൺസ്. ഇവിടുത്തെ ഉത്തരം ഏതാണ്? ചേരാത്തതാരായിരുന്നു? ബ്രഹ്മപുത്ര ഘാഘര അല്ലേ. ബ്രഹ്മപുത്രയുടെ ഒരു പോഷക നദി ഒരെണ്ണം സുബിൻസിരി ഓർമ്മയുണ്ട്. സുബിൻസിരി. നെക്സ്റ്റ് വൺ. ഉത്തര മഹാസമുദ്രത്തിൻ്റെ പ്രാദേശിക വിഭാഗത്തിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ? ഉത്തര മഹാസമുദ്രത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ? മരുസ്ഥലി ബാഗർ മേഖല വരുന്ന പ്രദേശം ഏതാണ്? മരുസ്ഥലി ബാഗർ മേഖല വരുന്നത് എവിടെയാണ്? രാജസ്ഥാൻ സമുദ്രത്തിലാണ്. രാജസ്ഥാൻ സമുദ്രം. മരുസ്ഥലി മരുഭൂമി എന്ന് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. മരുസ്ഥലി ബാഗർ മേഖല എവിടെയാണ്? രാജസ്ഥാൻ സമുദ്രത്തിലാണ് വരിക. ഓക്കെ, രാജസ്ഥാൻ സമുദ്രത്തിലാണ് വരിക. നെക്സ്റ്റ് ചോദ്യം. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക് വടക്ക് തെക്ക് ശരിയായി ക്രമീകരിക്കാം. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്കായിട്ടില്ല. മുകളിൽ എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും നോർത്തും സൗത്ത് അല്ല, അങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെ ഓർക്കാം. മുകളിൽ നിന്ന് താഴേക്ക്, വടക്കും തെക്കിലോട്ട് നോക്കി വെക്കാം പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങൾ. അപ്പോൾ ഏതൊക്കെ വരാം? ഉത്തരം നമുക്ക് എന്ത് പറയാം? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. കാണ്ട്ല തുറമുഖം, മുംബൈ തുറമുഖം, മർമഗോവ, മംഗലാപുരം. ഓക്കെ, അപ്പോൾ കാണ്ട്ല, മുംബൈ, മർമഗോവ, മംഗലാപുരം എന്നിവ വരും. അപ്പോൾ ഭൂപടമൊക്കെ ഇന്ത്യയൊക്കെ അറിയണം, അത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ. കാണ്ട്ല തുറമുഖമൊക്കെ നമുക്ക് ഈ ഭാഗത്തില്ല, ഗുജറാത്ത് ആ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി എന്ന് തിരിച്ചറിയുക. ഞാൻ റായ്പൂരിലെ സിഹാവിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എൻ്റെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ക്ലൂ ഉണ്ട്. ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എൻ്റെ പോഷക നദികളാണ് ഇബ്ബിൻഡൽ അല്ലേ. നല്ല ഹിൻഡ് ഇതാണ്. ഇബ്ബിൻഡലും കിഴക്കോട്ട് പോകുന്നൊരു നദിയാണ് ഞാൻ. അതുപോലെ എന്തുണ്ട്? ഹിരാക്കുഡ് അണക്കെട്ട് എനിക്കുണ്ട്. ഞാൻ റായ്പൂരിലെ സിഹാവിൽ ഉത്ഭവിക്കുന്നു അല്ലേ. എൻ്റെ കുറുകെ ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നു. ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് അല്ലേ. അതുപോലെ എൻ്റെ പോഷക നദികളാണ് ഇബ്ബും ടെല്ലും. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാമല്ലോ. ഉത്തരം ഏതാണ്? മഹാനദിയാണ് അല്ലേ. ഹിരാക്കുഡ് അണക്കെട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹിരാക്കുഡ് എപ്പോഴും ചോദിക്കുന്നതാണ്. മഹാനദിയാണ് ഹിരാക്കുഡ്, മഹാനദി. അപ്പോൾ മഹാനദിയുടെ പോഷക നദി നമുക്കറിയാം ഇബ്ബും ടെല്ലും. അപ്പോൾ ഇതൊക്കെ വീണ്ടും ചോദിക്കാം. മഹാനദി ഉത്ഭവസ്ഥാനം ഏതാണ്? റായ്പൂരിലെ സിഹാവയാണ് അല്ലേ. റായ്പൂരിലെ സിഹാവ അത് വീണ്ടും വേണമെങ്കിൽ ചോദിക്കാം, സെൻറ്റൻസ് ആയിട്ട് ചോദിക്കാൻ പറ്റും അല്ലേ. ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയുടെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അതുപോലെ കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദിയാണ് ആര്? മഹാനദി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പോഷക നദികൾ നമുക്കറിയാം ഇബ്ബും ടെല്ലുമാണ്. ഓക്കെ, അങ്ങനെയാണത് പഠിക്കേണ്ടത്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഇങ്ങനെ വായിച്ച് ഉത്തരം മാത്രം പോരാ, അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കാനും കൂടി ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് മഹാനദിയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്ത ഏതാണ്? തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമുദ്രത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? പടിഞ്ഞാറൻ തീരസമുദ്രത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? ഇല്ലേ. ഉത്തരം നമുക്ക് എന്ത് പറയാം? ഉത്തരം ഏത് എഴുതാൻ പറ്റും? ഉത്തരം ഏതാണ്? ഉത്തരം കോറമാണ്ടൽ തീരസമതലം.
കോറമാണ്ടൽ തീരസമതലം. ഈ ചോദ്യം ഇങ്ങനെ പലപ്പോഴും പടിഞ്ഞാറൻ തീരസമതലങ്ങൾ മാറ്റി മറിച്ചുമൊക്കെ ചോദിക്കാറുണ്ട്. മാറ്റി മറിച്ചുമൊക്കെ തിരിക്കും അല്ലേ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമുദ്രത്തിൽ പെടാത്ത ആരാണ്? കോറമാണ്ടൽ തീരം. ഓക്കെ, അപ്പോൾ കോറമാണ്ടലാണെന്നുള്ളത് എപ്പോഴും നമുക്ക് പടിഞ്ഞാറൻ തീരസമുദ്രത്തിൽ വരാത്തൊരു കാര്യമാണെന്ത്? കോറമാണ്ടൽ എന്നുള്ളത് എപ്പോഴും ചോദിക്കുന്നത്. ഇതിന് മാത്രം ഈ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഇത് സ്ഥിരമായി കാണുന്നൊരു സാധനമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു PYQ ആണ്. കാരണം എപ്പോഴും ഇത് പഠിച്ചാൽ തല നിൽക്കാത്തൊരു സാധനമാണ്, ചോദിക്കാനൊരു ചാൻസ് കൂടുതലുണ്ട് അവർക്ക്. അപ്പോൾ തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് ആര് മാത്രമേ ഉള്ളൂ? കോറമാണ്ടൽ തീരസമതലം അല്ലേ. അപ്പോൾ കൊങ്കണും ഗുജറാത്തും മലബാറും ആരുടെയാണ്? പടിഞ്ഞാറൻ തീരസമുദ്രത്തിൻ്റെ ഭാഗങ്ങൾ ആണ്. കൊങ്കൺ, ഗുജറാത്ത്, മലബാർ. കൊങ്കൺ, ഗുജറാത്ത്, മലബാർ തീരസമതലങ്ങൾ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, അല്ലാതെ അപ്പോൾ ആരേ ഉള്ളൂ? അപ്പോൾ ഇത് മൂന്നും അറിഞ്ഞെങ്കിൽ മാത്രമേ, ഈ മൂന്നെണ്ണത്തിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇവരെ വീട്ടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ചോദ്യം ഒന്നുകൂടി, തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? കോറമാണ്ടൽ. നെക്സ്റ്റ് ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ഇവിടെ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. തെറ്റായ സംഭവം ഓപ്ഷൻ എ ആണ്. ഓക്കെ, അവിടെ നമുക്ക് മനു ഭാക്കറിന് വെങ്കല മെഡൽ നേടിയിരുന്നു. സ്പനിൽ കുശാലെ വെങ്കല മെഡലുണ്ട്. ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം കിട്ടിയത് എന്താണ്? വെങ്കല മെഡലാണ്. അപ്പം 2024 പാരീസ് ഒളിമ്പിക്സ് ഒന്നുകൂടി പഠിക്കുന്ന തെറ്റൊന്നുമില്ല. ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം 2023 കാര്യങ്ങൾ ഇപ്പോൾ ചോദിക്കാറുണ്ട്. മെമ്മറി പോർട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് വരിക. ഓക്കെ, ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമിൻ്റെ കിട്ടിയത് എന്തായിരുന്നു? വെങ്കല മെഡലാണ്. സ്വപ്നിൽ കുശാലയ്ക്ക് കിട്ടിയത് വെങ്കല മെഡലാണ്. ഇത് റൈഫിളിൻ്റെത്. മനു ഭാക്കർ വെങ്കല മെഡൽ കിട്ടില്ല, എയർ പിസ്റ്റലിൻ്റെ. നമുക്ക് എപ്പോഴും അറിയാം, ചോദിക്കുന്നുള്ളത്. മനു ഭാക്കർ വെങ്കലം, സ്വപ്നിൽ കുശാലെ വെങ്കലം. ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമിന് കിട്ടിയതും ഹോക്കിക്ക് കിട്ടിയതും വെങ്കല മെഡലാണ്. ഓക്കെ, ഇനി ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെ? ഉത്തരം പോളണ്ട്, ഉക്രൈൻ. നെക്സ്റ്റ്, ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയൊരു പദ്ധതിയാണ് UPS. ഇതെന്താണ്? UPS എന്താണ്? പുതിയൊരു പെൻഷൻ പദ്ധതിയാണെന്ത്? UPS. പുതിയ പെൻഷൻ പദ്ധതിയാണെന്ത്? UPS അല്ലേ. UPSC എന്നുമല്ല, UPS. ഒരു പെൻഷൻ പദ്ധതിയാണെന്ത്? UPS എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വരുന്നത് ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ശ്രദ്ധേയനായി? ആനന്ദ് ഏകർഷി ആരാണ്? മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചിത്ര പുരസ്കാരം നേടിയ വ്യക്തിയാണെന്ത്? ആനന്ദ് ഏകർഷി. മികച്ച തിരക്കഥാകൃത്ത് ആനന്ദ് ഏകർഷി. മികച്ച തിരക്കഥാകൃത്താണെന്ത്? ആനന്ദ് ഏകർഷി. അദ്ദേഹത്തിന് എന്ത് കിട്ടിയിരുന്നു? ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അപ്പോഴാണ് നമ്മളൊക്കെ എന്തറിയുക? അങ്ങനെ ഒരു വ്യക്തി ഉണ്ടല്ലോ എന്നറിയുക. ആര്? ആനന്ദ് ഏകർഷി അല്ലേ. അദ്ദേഹത്തിന് എന്ത് കിട്ടിയായിരുന്നു? ദേശീയ മികച്ച തിരക്കഥാകൃത്തിനുള്ള, തിരക്കഥ എഴുതുന്ന ആൾക്കുള്ള, തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആർക്ക് കിട്ടിയത്? ആനന്ദ് ഏകർഷി കിട്ടി. ഇങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്കും മനസ്സിലാവുള്ളൂ, നിങ്ങൾക്കും മനസ്സിലാവുള്ളൂ. അതുകൊണ്ടങ്ങ് പറയുന്നത്, വെറുതെ വേണം വായിക്കേണ്ടതായിരുന്നു, പക്ഷേ നമുക്ക് പറയാം ഇങ്ങനെ. ആനന്ദ് ഏകർഷി അപ്പോൾ ആരാണ്? മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയ ഒരു മഹത് വ്യക്തിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ അറിയാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി ഈ ചോദ്യം ചോദിക്കാം. മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയ വ്യക്തി അല്ലേ. കുറച്ച് പേരുടെ പേര് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പേരും കൂടി വരും. അപ്പോൾ എന്ത് വരും? ആനന്ദ് ഏകർഷി നമുക്ക് എഴുതാൻ സാധിക്കും അല്ലേ. അദ്ദേഹത്തിന് തിരക്കഥാകൃത്തിൻ്റെ ദേശീയ പുരസ്കാരമാണ് ലഭിച്ചേക്കുന്നത്. ആനന്ദിന് തിരക്കഥാകൃത്തിൻ്റെതാണ്. ഓക്കെ, 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ചിട്ട് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? എത്ര വരുന്നുണ്ട്? ഉത്തരം 1084. ഓക്കെ, 1084. അത് മറക്കണ്ട. 1084. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ആരാണ്? അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? ഉത്തരം മണ്ണാർക്കാടാണ്. ബാക്കി തെന്മല വരുന്നതും അല്ലേ,
കോന്നി, അതുപോലെ അച്ഛൻ കോവിലും ഒക്കെ എന്താണ് അഗസ്ത്യമല അല്ലേ. മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് അല്ലേ. ഇവരൊക്കെ എവിടെയാണ്? ഇത് അച്ഛൻ കോവിൽ, കോന്നി. ഇത് കോന്നി എന്ന് പറയുമ്പോൾ അതാണ് പത്തനംതിട്ട ജില്ലയാണ്. തെന്മല കൊല്ലം ജില്ലയുടെ അങ്ങേയറ്റം അല്ലേ. അതുപോലെ അച്ഛൻ കോവിലാറെന്നൊക്കെ പറയുമ്പോൾ മാവേലിക്കര, ആലപ്പുഴ ഭാഗത്തൊക്കെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ 3 ജില്ലകൾ അങ്ങോട്ട് തെക്കോട്ടല്ലേ പോവുക അല്ലേ. ഇത് പാലക്കാട് ഇങ്ങോട്ടല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാം. അങ്ങനെ ഓർത്ത് വേണമെങ്കിൽ എഴുതി അഗസ്ത്യമല ഓർക്കുമ്പോൾ എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ 3 ജില്ലകൾ ഏകദേശം അടുപ്പിച്ച, വ്യത്യസ്തമായിട്ട് ഇങ്ങോട്ട് മാറി കിടക്കുന്ന ആരേ ഉള്ളൂ? മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് ജില്ലയല്ല, മണ്ണാർക്കാട് പാലക്കാട് ജില്ല വരുന്നതാണ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും, ഉത്തരത്തിലേക്ക് എഴുതാൻ പറ്റും. അങ്ങനെ ഉണ്ടല്ലോ, 3 പേർ ഒരുമിച്ചാണെങ്കിൽ അടുത്ത് കിടക്കുന്ന ഒരാൾ ഇടുമ്പോൾ നമുക്ക് അവരെ എടുത്ത് എഴുതാം. മനസ്സിലായി? അപ്പോൾ അങ്ങനെ അറിയത്തില്ലെങ്കിൽ എഴുതാൻ പറ്റുന്നൊരു കാര്യം. അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ആരാണ്? മണ്ണാർക്കാടാണ്. നെക്സ്റ്റ് ചോദ്യം, ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയാണ്. താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ സവിശേഷത എന്താണ്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലയുടെ സവിശേഷത എന്താണ്? അവിടെ എന്തില്ല? റെയിൽവേ ആണോ, കടൽ തീരമാണോ, നാഷണൽ ഹൈവേ ആണോ, മെഡിക്കൽ കോളേജാണോ? ഇല്ലേ, മെഡിക്കൽ കോളേജിൽ നമുക്കറിയാം. ഉത്തരം എന്താണ്? ഉത്തരം നമുക്ക് എന്ത് പറയാം? കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ. കടൽ തീരം ഇല്ലാത്ത ജില്ല ഇല്ലേ, കടൽ തീര ജില്ല. നമുക്കിവിടെ റെയിൽവേ എന്ന് പറയുമ്പോൾ കോട്ടയത്തുണ്ട്, പത്തനംതിട്ടയുണ്ട്, തിരുവല്ലയിലുണ്ട്. അപ്പോൾ അതല്ല. അപ്പോൾ ഇവിടെ എന്താണ്? കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ് ആര്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. കടൽ തീരം പത്തനംതിട്ടയിൽ നമുക്ക് പമ്പയാറുണ്ട്, കടൽ തീരമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, എന്താണ് ചന്ദ്രഗിരി പുഴയുടെ സവിശേഷത? ചന്ദ്രഗിരി പുഴ എന്ന് പറയുമ്പോൾ ചന്ദ്രഗിരി പുഴ ശരിക്കും ഇവിടെ വരിക? കാസർഗോഡാണ് വരിക അല്ലേ. അപ്പോൾ ഇതിനോട് ഉത്തരമില്ല. കാസർഗോഡ് ജില്ലയിലാണ് എന്ത് കാണാൻ? ചന്ദ്രഗിരി പുഴ നമുക്ക് കാണാൻ സാധിക്കും. കാസർഗോഡ് ജില്ലയാണ് കാണാൻ സാധിക്കും. അതിനകത്ത് ഏറ്റവും ചെറിയ പുഴ എന്നൊക്കെ ഉണ്ട്, ഇല്ല. ഈ ക്വസ്റ്റ്യൻസ് ആണ്. കാസർഗോഡ് ജില്ലയിലെ പുഴയാണെന്ത്? ഈ ചന്ദ്രഗിരി പുഴ. നെക്സ്റ്റ്, കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. ഉത്തരം എന്താണ്? നമുക്ക് കായലുകളും ജില്ലകളുമാണ്. ശരിയായത് എന്ത് മാത്രമേ ഉള്ളൂ? ശരിയായത് ഏത് മാത്രമേ ഉള്ളൂ? ഉത്തരം വെള്ളായണി തടാകം, തിരുവനന്തപുരം. വെള്ളായണി തടാകം, തിരുവനന്തപുരം. ഓക്കെ, ശരിയായവയാണ് കേട്ടോ. ശരിയായതാണ് ഏതാണ്? വെള്ളായണി തടാകം തിരുവനന്തപുരത്തുള്ളതാണ്. വെള്ളായണി, തിരുവനന്തപുരം. പൂക്കോട് ശരിക്കും എവിടെയാണ്? പൂക്കോട് തടാകം വയനാട് ജില്ലയാണ്. പൂക്കോട് മറക്കണ്ട, ഏറ്റവും ഉയരത്തിലോട്ട് കാണുന്നത് പൂക്കോട് തടാകം വയനാട് ജില്ലയാണ്. നെക്സ്റ്റ് ചോദ്യം, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ ഡി ആണ്. അവിടെ 1, 2, 4 ശരിയാണ്. ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്തെ നിർമ്മിച്ചതാണ്. ഇടുക്കി പദ്ധതി കാനഡ സർക്കാരിൻ്റെ സഹായത്തെ നിർമ്മിച്ചതാണ്. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975 അല്ലേ. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ 1, 2 മതി, ഇതില്ലാത്തതാണ് കേട്ടോ. ഇത് 2. ഓക്കെ, അതുപോലെ 4. വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്നും ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. ഓക്കെ, അപ്പോൾ ഇതും ഉള്ള ഫാക്റ്റാണ്. ഇതൊരു പുതിയ ഫാക്റ്റ്. നമുക്ക് എല്ലാ റാങ്ക് ഫെയിലോ ഗൈഡിലോ അധികം ഇല്ലാത്തൊരു പോയിൻ്റാണ് ഇത്. 4th പോയിൻ്റ് എന്ന് പറയുമ്പോൾ വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിലാണ് എത്തിച്ചേരുക. ഓക്കെ, കാനഡ സർക്കാർ സഹായം നമുക്കറിയാൻ പറ്റും. നെക്സ്റ്റ്, ഇവിടെ നിങ്ങൾ ഉത്തരം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തെറ്റാണെന്ന് അറിയാം എന്നൊരാൾക്ക് മാത്രമേ ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം ഇത് എല്ലാ ഗൈഡിലും എല്ലാവർക്കും അറിയണമെന്നില്ല ഈ ഫാക്റ്റ് അല്ലേ. ബട്ട് ഇത് ശരിയല്ല എന്ന് ഉറപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പുള്ളപ്പോൾ ഇതൊരിക്കലും അല്ലല്ലോ. പിന്നെ 3 ആരുണ്ട്? 4ാമത്തവനുണ്ട്. ഓക്കെ, അങ്ങനെ എത്താൻ പറ്റും. നെക്സ്റ്റ് വൺ, സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. ഉത്തരം ചിന്നാറാണ്. അതായത് പശ്ചിമഘട്ടത്തിൻ്റെ മഴ നിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. മഴനിഴൽ ചിന്നാറാണ്. വംശനാശ ഭീഷണി നേരിടുന്ന
ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടെ പ്രസിദ്ധമാണ്. അണ്ണാൻ ഉള്ള കാര്യമുണ്ട്. 84 ഇത് ആരംഭിച്ചു. പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ചിന്നാർ എന്ന് നമുക്ക് വരുമ്പോൾ അത് മഴനില പ്രദേശമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന അത് ചാമ്പൽ മല അണ്ണാനുകൾ ഇല്ലേ, പഠിക്കുന്നത് അങ്ങനെയാണ്. ആണ് ഭീമൻ അണ്ണാനുകൾ. ചാമ്പൽ മല അണ്ണാനുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതാണ് ഭീമൻ അണ്ണാനുകൾ പ്രസിദ്ധമാണ്. ഇത് രണ്ടും കൊണ്ട് നമുക്ക് എന്തെത്താൻ പറ്റും? ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണെന്ന് എത്താൻ പറ്റും. നെക്സ്റ്റ് വൺ. കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികളുള്ള ജില്ലയുടെ ജോഡി കണ്ടെത്തുക. കൂടുതലും കുറവും മുനിസിപ്പാലിറ്റിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എറണാകുളം ഇടുക്കി. എറണാകുളം ഇടുക്കി. കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? 7 പേരാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന: ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. 2018 നരേന്ദ്രമോദി ആണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് സഞ്ചാരികൾ. അപ്പോൾ ഇതിൽ ഗഗൻയാൻ പദ്ധതിയെക്കുറിച്ചുള്ള പരിപാടിയാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ശരി പ്രസ്താവന എന്തൊക്കെയാണ് ചോദ്യം. ഉത്തരം നമുക്കത് പറയാം, എല്ലാം ശരിയാണ്. ഓൾ ദി എബോവ് ആണ്. ഓക്കെ, ഓൾ ദി എബോവ് ആണ് സംഭവം. നെക്സ്റ്റ്. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വനിതാ താരം. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ വനിതാ താരം ആരാണ്? ആദ്യ വനിതാ താരം ആരാണ്? ഉത്തരം മിന്നുമണി. ക്രിക്കറ്റാണ് മിന്നുമണി. ക്രിക്കറ്റാണ് മിന്നുന്നത്. ക്രിക്കറ്റാണ് മിന്നിപ്പോകുന്നത്. നെക്സ്റ്റ് ചോദ്യം. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രോസസ്സർ എന്തുപേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കൈരളി. ഉത്തരം കൈരളി. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോട്. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് ലൂയിസ് മഴ നിയമം? ഉത്തരം ക്രിക്കറ്റ്. ഡക്വർത്ത് ലൂയിസ് മഴ നിയമം ക്രിക്കറ്റാണ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ എന്താണ്? വിദ്യാവാഹിനി ആപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ പറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയം സംബന്ധിച്ച് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരി പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരി പ്രസ്താവന. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് ഏത്? തിരുവനന്തപുരം ജില്ലയിലെ പറാട്ടുകോണം. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് തിരുവനന്തപുരം ജില്ലയിലെ പറാട്ടുകോണം. അതേപോലെ തന്നെ കേരള ഗവൺമെൻറ് സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് മ്യൂസിയം സ്ഥാപിച്ചത്. കേരള ഗവൺമെൻറ് സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് മ്യൂസിയം സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തത്. ഒന്നുകൂടി, തിരുവനന്തപുരം ജില്ലയിലെ പറാട്ടുകോണത്തുള്ള മണ്ണ് മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് തിരുവനന്തപുരം ജില്ലയിലെ പറാട്ടുകോണത്തുള്ള മണ്ണ് മ്യൂസിയം. കേരള ഗവൺമെൻറ്റിൽ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് മ്യൂസിയം സ്ഥാപിച്ചത്. അതുപോലെ 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണെന്നും ഈ പറാട്ടുകോണത്തുള്ള മണ്ണ് മ്യൂസിയം. ഓക്കെ, നെക്സ്റ്റ് വൺ. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏതുപോലെ അറിയപ്പെടുന്നു? ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന പ്രചരണ പരിപാടി ഏതുപോലെ അറിയപ്പെടുന്നു? പ്രചരണ പരിപാടി അറിയപ്പെടുന്ന പേരാണ് തന്മുദ്ര എന്ന് പറയുന്നു. തന്മുദ്ര. ഭിന്നശേഷിക്കാർക്കുള്ള തിരിച്ചറിയൽ രേഖ, ഐഡൻറ്റിറ്റി പ്രൂഫ്, ഐഡൻറ്റിറ്റി കാർഡ്, അതാണ് തന്മുദ്ര. മുദ്ര വയ്ക്കുന്നു അല്ലേ? ഭിന്നശേഷിയാണെന്ന് മുദ്ര വയ്ക്കും, തന്മുദ്ര വയ്ക്കുന്നു. ഭിന്നശേഷിയാണെന്ന് തന്മുദ്ര വയ്ക്കുന്നു. തിരിച്ചറിയൽ കാർഡാണ് തന്മുദ്ര എന്ന് പറയുന്നത്. സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ്? സത്യം ശിവം സുന്ദരം എന്നത് എന്തിൻ്റെ ആപ്തവാക്യമാണ്? ദൂരദർശൻ.
ജനന സമയത്ത് മനുഷ്യരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടായെങ്കിലും അവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. 300 എത്രയായിട്ട് മാറുന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 300 എന്താവുന്നു? 206 മാറുക. അപ്പോൾ പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ എത്ര അസ്ഥിയുണ്ട്? 206 അസ്ഥികളാണ് ഉള്ളത്. ജനിക്കുമ്പോൾ അവർക്ക് 300 അസ്ഥികൾ ഉണ്ടെങ്കിലും പ്രായപൂർത്തിയായി കഴിയുമ്പോൾ 206 അസ്ഥികളിലേക്ക് ഒതുങ്ങുന്നു. നെക്സ്റ്റ് വൺ. മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് പ്രയോഗിക്കേണ്ടത്? മോണയ്ക്ക് വായിക്കകത്ത് നമ്മുടെ മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ഏതൊക്കെ ഭക്ഷണ ഇനങ്ങൾ ഉപയോഗിക്കണം? ഭക്ഷണ ഇനങ്ങൾ ഏതൊക്കെയാവണം? അതായത് നെല്ലിക്ക ഉപയോഗിക്കുക, അതുപോലെ തന്നെ മുരിങ്ങയില. നെല്ലിക്ക എന്ന് പറയുമ്പോൾ അത് വൈറ്റമിൻ സി ഉണ്ട്, മുരിങ്ങയിലയ്ക്കകത്ത് സിയും ഉണ്ട്, അതുപോലെ എയും ഉണ്ട്. ഓക്കെ, എ ഉണ്ട്, വൈറ്റമിൻ എ മുരിങ്ങയിലയ്ക്ക്. അപ്പം മുരിങ്ങയിലയും നെല്ലിക്കയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോണയുടെ ആരോഗ്യം പുഷ്ടിപ്പെടുന്നു. മോണയ്ക്കയുടെ ആരോഗ്യത്തിന് നെല്ലിക്ക വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ പ്രയോജനം, മുരിങ്ങയിലയും ഉണ്ട്, മുരിങ്ങയില എയും സി. മോണയുടെ ആരോഗ്യത്തിന് എപ്പോഴും ആരാണ് അത്യാവശ്യം? വൈറ്റമിൻ സി ആണ് അത്യാവശ്യം അല്ലേ. ഇവിടെ നെല്ലിക്കയുണ്ട്, അതുപോലെ മുരിങ്ങയിലയും ഉത്തരമായിട്ട് വരുന്നുണ്ട്. മുരിങ്ങയില വൈറ്റമിൻ എ കൂടുതൽ. നെക്സ്റ്റ് ചോദ്യം. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇനം കാർഷിക വിള: ലോല, പയർ, ഹ്രസ്വ, നെല്ല്, സൽകീർത്തി, വെണ്ട, ചന്ദ്രശങ്കര. ചന്ദ്രശങ്കര ആരാണ്? തെങ്ങാണ്. ചന്ദ്രശങ്കര അല്ലേ, ചന്ദ്രശങ്കര തെങ്ങിൽ കയറി, ചന്ദ്രശങ്കര തെങ്ങിൽ കയറി, തെങ്ങിൽ കയറി, ചന്ദ്രശങ്കര തെങ്ങിൽ കയറി, ചന്ദ്രശേഖരൻ തെങ്ങിൽ കയറി. ഓക്കെ, ചന്ദ്രശേഖരൻ തെങ്ങിൽ കയറി. നെക്സ്റ്റ്. ഇതിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന ഏതാണ്? കടലിലെ മഴക്കാടുകൾ അല്ലേ, കടലിലെ മഴക്കാടുകൾ. നമുക്ക് കണ്ടൽ വനങ്ങളുണ്ട്, പവിഴപ്പുറ്റുണ്ട്, സസ്യപ്ലവങ്ങളുണ്ട് അല്ലേ. കണ്ടൽ വനം ചതുപ്പ് നിരത്ത് കണ്ടൽ വനങ്ങൾ, അതുപോലെ പവിഴപ്പുറ്റുകളും സമുദ്രത്തിനടിയിൽ കാണപ്പെടുന്നുണ്ട്, സസ്യപ്ലവങ്ങളുമുണ്ട്. കടലിലെ മഴക്കാടുകൾ ഏറ്റവും കൂടുതൽ ഓക്സിജൻ കൊടുക്കും. മഴക്കാടെന്ന് പറയുമ്പോൾ ആമസോൺ മഴക്കാടുകൾ, ഓക്സിജൻ ലഭിക്കുന്നൊരു സാധനമാണ് മഴക്കാടുകൾ എന്ന് പറയുമ്പോൾ. അപ്പം അങ്ങനെ ഒന്ന് കടലിൽ എവിടെ കാണാൻ സാധിക്കും? കടലിൽ എവിടെ കാണാൻ സാധിക്കും? ഉത്തരം ഏതാണ്? ഉത്തരം നമുക്ക് പവിഴപ്പുറ്റുകളാണ് അല്ലേ, പവിഴപ്പുറ്റുകളാണ്. ഓക്കെ, സസ്യപ്ലവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അത് ഏറ്റവും മുകളിലായിരിക്കും വരിക. ഓക്കെ, കടലിൻ്റെ മുകളിൽ വരുന്നിട്ട് കിടക്കും അതിങ്ങനെ. നെക്സ്റ്റ്. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവുകൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? അങ്ങാടിക്കുരുവുകൾക്ക് വേണ്ടി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം കുരുവിക്കൊരു കൂട്. കുരുവിക്കൊരു കൂട്. കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം ഏതാണ്? പാവൽ ഇനം ഏതാണ്? പ്രിയങ്കയാണ്, പ്രിയങ്ക. ചുവടെ കൊടുത്തത് ശരി പ്രസ്താവന ഏതൊക്കെയാണ്? ശരി പ്രസ്താവന എന്ന് പറയുമ്പോൾ ഉത്തരം മാത്രം നമുക്ക് നോക്കാം. ശരി പ്രസ്താവന: ഡോക്ടർ സലീം അലി ഒരു പക്ഷി നിരീക്ഷകനാണ്. പക്ഷി നിരീക്ഷകനാണ്. നെക്സ്റ്റ്. തന്നിരിക്കുന്ന മൂലകളിൽ ഒന്നിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ഓക്കെ, ഏതാണ് ആ മൂലകം? ഏതാണ് ആ മൂലകം? ഉത്തരം ക്രോമിയമാണ്. ക്രോമിയമാണ്. സിങ്കിൻ്റെ അയിരെന്താണ്? സിങ്കിൻ്റെ അയിരെന്താണ്? സിങ്കിൻ്റെ അയിരെന്താണ്? സിങ്കിൻ്റെ അയിര് കലാമിൻ. സിങ്കിൻ്റെ അയിര് കലാമിൻ. അപ്പോൾ ബോക്സൈറ്റ് ആരുടെയാണ്? അലൂമിനിയത്തിൻ്റെ ആണ് ബോക്സൈറ്റ് അല്ലേ. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആരുടെയാണ്? അല്ലേ, ഇരുമ്പല്ലേ, അയണിൻ്റെ അല്ലേ, ഇരുമ്പിൻ്റെ ആണ്. ഓക്കെ, സിങ്ക്, കലാമിൻ. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം കാൽസ്യം. ചില ശുദ്ധപദാർത്ഥങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ പെടാത്തത് ആരൊക്കെയാണ്? ഉത്തരം നൈട്രജനാണ്. ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നത് തോന്നുന്നു. അതിന് കാരണം എന്താണ്? കാരണം എന്തായിരുന്നു? കാരണം അപവർത്തനമാണ് കാരണം. അപവർത്തനമാണ് കാരണം. നെക്സ്റ്റ് ചോദ്യം. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാനം ചെയ്തത് അല്ലേ. ഒരു ഇടക്കാല സർക്കാരിനെ ഈ അടുത്ത സമയത്തും ചോദിച്ചു. ഇടക്കാല സർക്കാർ ഒരു
വാക്യം. ഓക്കെ, ബംഗാളിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവ് ആരാണ്? മുഹമ്മദ് യൂനുസ്. അല്ലേ, അദ്ദേഹത്തിൻ്റെ പേരുകൾ എപ്പോഴും ഒരു കറണ്ട് അഫയർ സമയത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. അല്ല, വീണ്ടും ഇപ്പോഴുണ്ട്. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവ് എന്താണ്? നോബൽ സമ്മാൻ അദ്ദേഹത്തിന് ഇതായിരുന്നു, സാമ്പത്തികത്തിലാണ് കിട്ടുക. നോബൽ സമ്മാൻ സാമ്പത്തികം. നോബൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനുസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ചുള്ളതായിരുന്നു? ഖാദർ കമ്മിറ്റി സ്കൂൾ വിദ്യാഭ്യാസം. ഖദീജയുടെ സ്കൂൾ വിദ്യാഭ്യാസം. നെക്സ്റ്റ്, മലമ്പനി പകർത്തുന്ന വാഹക ജീവി ഏതാണ്? അനാഫിലിസ് മസ്കിറ്റോ. അല്ലേ, ഫീമെയിൽ അനാഫിലിസ് മസ്കിറ്റോ. ഇവിടെ മറ്റ് അനാഫിലിസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ അനാഫിലിസ് കൊതുകിനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതണം? ഫീമെയിൽ അനാഫിലിസ് കൊതുകാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വരിക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് ഏതാണ്? ആര് മാത്രമല്ല, ഡിഫ്തീരിയ ആണ് വൈറസ് രോഗം അല്ലാത്തത്. അല്ലേ, ഡിഫ്തീരിയ പരത്തുന്നത് ബാക്ടീരിയ ആണ്. നെക്സ്റ്റ്, എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവന ഏതൊക്കെയാണ്? അതിൻ്റെ ഉത്തരം ഏതാണ്? എയ്ഡ്സ് ബന്ധപ്പെട്ടത്. എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാവുന്നു. അതുപോലെ HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭശിശുവിലേക്ക് രോഗം പകരുന്നു. അത് 2 ഫാക്റ്റുകളും ശരിയാണ്. അല്ലേ, ഇതെന്താണ്? പിന്നെ കൊതുക് വീഴ്ച പകരില്ലെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യം. അപ്പോൾ അത് അപ്പോൾ വിട്ടുകളഞ്ഞേക്കാം. ഓക്കെ, നെക്സ്റ്റ്. ചെടിയുടെ നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? നിർമ്മിതിക്കും വളർച്ചയ്ക്കും പ്രധാന ആഹാര ഘടകം ഉത്തരം എന്തു മാത്രമേ ഉള്ളൂ? മാംസ്യമാണ്. മാംസ്യം മീൻസ് പ്രോട്ടീനാണ്. മാംസ്യം പ്രോട്ടീനാണ്. എന്തിനാ? നിർമ്മിതിക്ക്, വളർച്ചയ്ക്ക്, നിർമ്മിക്കാൻ. സെല്ലുകൾ ഒരു കോശം വേണം, 2 കോശം നിർമ്മിക്കണമെങ്കിൽ ആര് വേണം? മാംസ്യം, പ്രോട്ടീനുകൾ വേണം. അല്ലേ, റൈബോസോമുകളാണ് പ്രോട്ടീൻ നിർമ്മിക്കുക. കോശാംഗങ്ങളിലൊന്ന് റൈബോസോമുകളാണ് പ്രോട്ടീനുകൾ നിർമ്മിക്കുക. നെക്സ്റ്റ് വൺ. ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ വൈറ്റമിൻ എ ബെർബറി, ബി കാണ രോഗം, സി സ്കാർബി, ഡി നിശാന്തത. ഇല്ല, അപ്പോൾ ശരിയായ ജോഡി ആര് മാത്രമേ ഉള്ളൂ? ശരിയായ ജോഡി വൈറ്റമിൻ സി സ്കാർബി. അല്ലേ, എ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? നിശാന്തതയാണ്. അല്ലേ, വൈറ്റമിൻ ഡി ആരാണ്? കണാരോഗമാണ്. ബി എന്ന് പറയുമ്പോൾ അവിടെ ബെറിബറിയാണ്. അല്ലേ, ഓടികൂടെ മാറ്റി കൊടുത്തേക്കാം. 2024 ലോകാരോഗ്യ ദിനപ്രമേയം ഏതാണ്? ഉത്തരം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ എന്താണ്? പക്ഷാഘാതം. അല്ലേ, പൊട്ടുന്ന രോഗാവസ്ഥ ഏതാണ്? പക്ഷാഘാതം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ, രക്തസമ്മർദ്ദമല്ല, ആർത്തറോസ്ക്ലെറോസിസ് അല്ല, അതാണ് ഇതിൻ്റെ രക്തക്കുഴലിൽ പോകുന്നതാണ്. മസ്തിഷ്കത്തിൽ രക്തക്കുഴൽ പൊട്ടുന്നതാണ് എന്ത്? പക്ഷാഘാതം ഉണ്ടാവാൻ കാരണം. കൊറോണറി ത്രോംബോസിസും വേറെ. നെക്സ്റ്റ് വൺ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? പ്രമേഹ ലക്ഷണങ്ങൾ എന്തെല്ലാം? ഉത്തരം ഇതെല്ലാം ശരി. വർദ്ധിച്ച വിശപ്പും ദാഹവും, കൂടെ മൂത്രമൊഴിക്കൽ, ക്ഷീണം, മങ്ങിയ കാഴ്ച. അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക ലക്ഷ്യത്തോടുകൂടി രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏതാണ്? ഉത്തരം അത് മാത്രമേ ഉള്ളൂ, ആർദ്ര മിഷൻ. രോഗീ സൗഹൃദമാക്കുക, ആർദ്ര മിഷൻ. മാനസിക രോഗം ഭേദമായിട്ടും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്ന അവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? ആശാഭവൻ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ജഗത് പ്രകാശ് നന്ദ. ഓക്കെ, ജഗത് പ്രകാശ് നന്ദ. നെക്സ്റ്റ്, കാസിനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. കാസിനൂർ ഫോറസ്റ്റ് ഡിസീസ് ഏതാണ്? കുരങ്ങ് പനി. കാസിനൂർ ഫോറസ്റ്റിൽ കുരങ്ങുണ്ടെന്ന് ഓർത്താൽ മതി. ഫോറസ്റ്റിൽ കുരങ്ങ് പനി വരും. നെക്സ്റ്റ്, 23 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടുക. 23 വൈദ്യശാസ്ത്രം. ഉത്തരം
ആരാണ്? 23 ശാസ്ത്രം കാറ്റ്ലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ അല്ലേ? ഡ്രൂ വെയ്സ്മാൻ. ഓക്കെ, 23 ചോദിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ്? ഉത്തരം അറിയാം. ഉത്തരം ഹാവിഷ്യൂർ. ഉത്തരം ഹാവിഷ്യൂർ എന്നായിരുന്നു.